പറയാതിരിക്കാൻ വയ്യടെ, ഈ കോപ്രായൊക്കെ തിയേറ്ററിൽ പോയി കാണാതിരുന്നാൽ ഈ ആക്ടേഴ്സിനും ഫാൻസിനും ഒക്കെ വേറെ വല്ല പണിക്കും പോയി ജീവിക്കേണ്ടി വരും. കസ്റ്റമർ ഇല്ലെങ്കിൽ ഏത് കടയും പൂട്ടിപ്പോകും, ഏത് പ്രസ്ഥാനവും. അത് ഓർക്കുക, അതാണ് ചരിത്രം. അല്ല, തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് തലയെ കൂടെ തോർത്തിട്ടിട്ട് വീട്ടിൽ പോകണോ? എൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് ഞാൻ ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ട എനിക്ക് അതിൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശം എനിക്കുണ്ടേ. ഇടയിടെ നീയൊക്കെ ആ പാവപ്പെട്ട മനുഷ്യനെ പറ്റി ചിന്തിച്ചോടെ. നീയൊക്കെ ഇങ്ങനെ കിടന്ന് ഓരോ കോപ്രായം കാണിക്കുമ്പോൾ എല്ലാം അങ്ങേരെ മണ്ടയ്ക്കല്ലേ വരൂ. ആ പാവപ്പെട്ടവൻ എങ്ങനെയെങ്കിലും ഒരു 100 കോടി ഒപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞ് മോഹൻലാലിൻ്റെ കൈയും കാലും ഒക്കെ പിടിച്ചിട്ടാണ് പുള്ളി ഈ സിനിമയിൽ കൊണ്ടുവന്നത്. എടുത്തു വെച്ചതോ ഒരു അപരാധം പിടിച്ച സിനിമ. അത് തിയേറ്ററിലിരുന്ന് ഫുള്ള് കണ്ടതേ വലിയ കാര്യം. എന്നിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് ഒരു അഭിപ്രായം പറയുമ്പോൾ നീയൊക്കെ ഇങ്ങനെ കുണച്ച പരിപാടി കാണിച്ചാ നിന്റെയൊക്കെ മെഗാസ്റ്റാറിന് തന്നെയല്ലേ ആ കുഴപ്പം? ഇല്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കണം. അല്ല, മെഗാസ്റ്റാർ പറഞ്ഞിട്ടാണോ നീയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണത്? 100 കോടി ആഗ്രഹിച്ചിരിക്കുന്ന മെഗാസ്റ്റാറിന് ഇപ്രാവശ്യവും 100 കോടി പോവും, അത് വേറെ വിഷയം. മോഹൻലാലിന്റെ എന്നല്ല, ഇന്ത്യയിലെ സകല നടന്മാരുടെ കൂട്ടുപിടിച്ചാലും ഈ മെഗാസ്റ്റാറിനെ കൊണ്ട് ഒരു 100 കോടി എടുത്താൽ പൊങ്ങൂല എന്നുള്ളത് മലയാളിയൊക്കെ അറിയാം. നിങ്ങൾ ഇനി ശ്രമിക്കണ്ട. ഈ ഫാൻസിന്റെ കോപ്രായൊക്കെ അവിടെ നിൽക്കണം. നമുക്ക് റിവ്യൂയിലേക്ക് വരാം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടി ഒരുമിച്ച് വരുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ എല്ലാ മലയാളികൾക്കും ഉണ്ടാകും. അത് എനിക്കും ഉണ്ടായിരുന്നു. 2 സൂപ്പർ സ്റ്റാറുകൾ ഒരുമിക്കുന്നതുകൊണ്ട് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്ന ചിത്രമാണ്. പക്ഷേ ആ ഹൈപ്പിനോട് ഈ ചിത്രം നീതി പുലർത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു നിർഗുണ ത്രില്ലറായി ഈ സിനിമ എങ്ങനെ മാറിയെന്നതിനുള്ള കാരണങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പരാജയം അതിൻ്റെ എഴുത്താണ്. ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഒരു കഥാപശ്ചാത്തലം. ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു ത്രില്ലർ സിനിമ വർക്കാക്കണമെങ്കിൽ അതിൻ്റെ കഥാപാത്രങ്ങളോട് പ്രേക്ഷകന് ഒരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യണം. ഈ സിനിമയിൽ സ്ക്രീനിൽ വരുന്ന ഒരു കഥാപാത്രത്തോട് പോലും നമുക്ക് യാതൊരു വിധത്തിലുള്ള സഹതാപമോ അടുപ്പമോ തോന്നുന്നില്ല. നമ്മൾ വെറുതെ കുറേ വിഷ്വൽസ് കണ്ടിരിക്കുന്നു എന്നതിനപ്പുറം ആ കഥയുടെ ലോകത്തേക്ക് സംവിധായകൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നില്ല എന്നതാണ് സത്യം. അടുത്ത ഫഹദിന്റെ കാര്യത്തിലേക്ക് വരാം. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് ഫഹദ്. ആ പുള്ളിയെ കാസ്റ്റ് ചെയ്തിട്ട് ഏതൊരു ഇമ്പാക്റ്റും ഇല്ലാത്ത ഒരു കഥാപാത്രം നൽകിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. സ്ക്രിപ്റ്റിലെ ദുർബലമായ ക്യാരക്ടർ സ്കെച്ചിങ് കാരണം ഫഹദിന്റെ സ്ക്രീൻ പ്രസൻസ് പോലും പലപ്പോഴും ഒരു ശല്യമായി തോന്നി, അല്ലെങ്കിൽ ഒരു അനാവശ്യമായി തോന്നിപ്പോയി. 2.5 മണിക്കൂർ നീളുന്ന ഈ അലസമായ യാത്രയിൽ ആദ്യ പകുതിയിൽ അല്പമെങ്കിലും ആശ്വാസം നൽകിയത് ആ ഒരു ഇന്റർവെൽ ബ്ലോക്ക് മാത്രമാണ്. അവിടെയെങ്കിലും സംവിധായകൻ തന്റെ കുറച്ച് ക്രാഫ്റ്റ് കാണിച്ചിട്ടുണ്ടല്ലോ. പല സീനുകളും സിനിമയെ താഴേക്ക് പോകാതെ പിടിച്ചു നിർത്തിയത് സുഷിന്റെ മ്യൂസിക്കാണ്. അത്യാവശ്യം മികച്ച രീതിയിൽ തന്നെ സുഷിൻ തന്റെ ജോലി ചെയ്തിട്ടുണ്ട്. അടുത്ത് പറയാനുള്ളത് ലാലേട്ടന്റെ എക്സ്റ്റെൻഡഡ് ക്യാമിയോ ആണ്. എന്തൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? ഒരു സിനിമയുടെ അടിസ്ഥാനം അതിന്റെ തിരക്കഥയാണ്. എത്ര വലിയ താരത്തിന്റെ ക്യാമിയോ വന്നാലും അടിത്തറയില്ലാത്തൊരു സിനിമയെ എങ്ങനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും? അടുത്തടുത്ത് പറയാനുള്ളത് ലിഫ്റ്റിൽ വെച്ചുള്ള ലാലേട്ടന്റെ ഒരു സീനാണ്. അതിൽ ആ കുണ്ടിക്കുള്ള ഫോക്കസ് എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ ആ ഒരു ഇമോഷണൽ കണക്ഷൻ കുറച്ചെങ്കിലും അവിടെ ഫീൽ ചെയ്യാൻ സാധിച്ചേനെ. അടുത്തതായി നമ്മുടെ കഥയുടെ ഹീറോയിലേക്ക് വരാം, മമ്മൂക്ക. അദ്ദേഹത്തിന്റെ പെർഫോമൻസിലേക്ക് വന്നാൽ അദ്ദേഹത്തിന് അസുഖമുള്ള സമയത്താണോ ഷൂട്ട് ചെയ്തതുകൊണ്ടോന്ന് അറിയില്ല, സ്ക്രീനിൽ പല രംഗങ്ങളിലും അദ്ദേഹം വളരെ ക്ഷീണിതനായി തോന്നി. ഒരു എനർജി ഡ്രോപ്പ് സിനിമയുടെ മൊത്തത്തിലുള്ള പേസിങ്ങിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഒരു ത്രില്ലർ സിനിമയുടെ ജീവൻ അതിന്റെ ക്ലൈമാക്സിലാണ്. എന്നാൽ ഈ സിനിമ അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ എന്തോ ചെയ്തോട്ടെ, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോയാൽ മതി എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു ഇതിന്റെ ക്ലൈമാക്സ്. അത്രത്തോളം വിരസമായാണ് അതുവരെ കഥ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ആ ക്ലൈമാക്സിന് ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു നിർഗുണ ത്രില്ലറാണ്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ഈ 2 ഇതിഹാസങ്ങൾ ഒന്നിച്ചപ്പോൾ കുറച്ചും കൂടെ മികച്ച തിരക്കഥ അവർ അർഹിച്ചിരുന്നു എന്നത് പറയാതിരിക്കാൻ വയ്യ. ആക്ഷൻ സീൻ തുടങ്ങുമ്പോഴേ ക്യാമറ കുലുങ്ങി തുടങ്ങും, പിന്നെ തലവേദനയാണ്. എന്തായാലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവർ ഒരുമിച്ചത് ഇങ്ങനെ ആയല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിത്രത്തിന് ടിക്കറ്റ് എടുക്കാം. പക്ഷേ വെളിയിൽ വന്നതിന് ശേഷം ആരുടെ ഈ ചിത്രത്തിനെ പറ്റി ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. മിണ്ടിയാൽ മമ്മൂട്ടി ഫാൻസ് നിങ്ങളെ